എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ശരിക്കും ഈ പ്രവാസികളും അച്ചാറും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇങ്ങനെ ഒരു ഡൗട്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വർക്കിൻ്റെ ആവശ്യമായിട്ട് എനിക്ക് കുറച്ച് നാൾ പുറത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാൾ ഇപ്പോൾ അച്ചാറിട്ട് തരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ കുറേ കാലമായിട്ട് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ വാങ്ങുന്നൊരു പേജിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നീ യൂസ് ചെയ്തോ എന്ന് പറഞ്ഞ് എനിക്ക് തന്നു വിട്ടതാണ്. ഇതാ ഒരു ബോട്ടിലും കൂടെ ഉണ്ട്, 3 ഫ്ലേവറിലുള്ള അച്ചാർ. ആ പേജ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വയ്ക്കോ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താണ് ഇതിൻ്റെ ഒരു റീസൺ എന്നറിയാം. ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചോറ് കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷസ് കഴിക്കുന്ന പോലെ, വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ചില കറികൾ കഴിക്കുന്ന പോലെ അത്രമേൽ റൂട്ടഡ് ആണ് നമ്മുടെ നാവിൽ. അതുകൊണ്ട് തന്നെ നാടും വീടും വിട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ റീജിയണൽ ഫുഡ് എന്തെങ്കിലും ആയിരിക്കും നമ്മൾ കഴിക്കുന്നത്. പക്ഷേ എന്നാൽ കൂടിയും ഒരു സ്പൂൺ അച്ചാറിൽ നമ്മൾ വിളമ്പുന്നത് നമ്മുടെ നാടിനെ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഭയങ്കര കഥ പറച്ചിൽ എക്സാഗ്രേഷൻ ആയിട്ടൊക്കെ തോന്നും. ആർക്കാണ് ഇത് കണക്റ്റ് ആവുക എന്നറിയോ? ഇപ്പോഴും ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇതുപോലൊരു പൊതി അഴിച്ച് ആ അച്ചാർ കഷ്ടപ്പെട്ട് ഇങ്ങനെ പുറത്തെടുത്ത് അതിൽ നിന്നൊരു സ്പൂൺ കുബൂസിൻ്റെ കൂടെയോ പറാത്തയുടെ കൂടെയോ കഴിക്കുന്ന ഒരു മലയാളി ഉണ്ടല്ലോ, ഇത് കണ്ടോണ്ടിരുന്ന് കഴിക്കുന്ന ഒരു മലയാളി, അയാൾക്കിത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. ഇതുപോലെ ആർക്കെങ്കിലും അച്ചാർ വാങ്ങി കൊടുത്തുവിടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉഷാസിൻ്റെ പേജ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പല ഫ്ലേവറിലുള്ള അച്ചാറുണ്ട്, ഒന്ന് കയറി നോക്കി നോക്ക്.